അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഈവനിങ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ്പെഷ്യലി നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഈ അടുത്ത് എന്താ പറയുക, എക്സാം വല്ലാതെ നടന്നിട്ടില്ല, നിങ്ങൾക്ക് അറിയുന്നതാണ്. ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്ന് കിട്ടിയിട്ടുള്ളൂ. ബട്ട് കിട്ടിയതെല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് ടോപ്പിക്സിലുമാണ് കൂടുതലും കാര്യങ്ങൾ കാണുന്നത്. ഓക്കെ, വളരെ കുറച്ച് ടോപ്പിക്സിലാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ടോപ്പിക്സിൽ നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, പിന്നെ അതേപോലെ തന്നെ വെൻ ഡയഗ്രാം, സില്ലോജിസം, ഈ പറയുന്ന ടോപ്പിക്സിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുന്നത് അല്ലെ കണ്ടിട്ടുള്ളത് സില്ലോജിസത്തുനിന്നും അതേപോലെ തന്നെ അനാലജി എന്ന് പറയുന്ന ടോപ്പിക്കിലുമാണ്. അനാലജി അതേപോലെ സില്ലോജിസം, പിന്നെ നമ്പർ സീരീസ് കണ്ടിട്ടുണ്ട്. ലെറ്റർ സീരീസ് വല്ലാതെ ഒന്നുമില്ല, ബട്ട് എന്നാലും ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് ആൻസർ വരിക എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ നോക്കി ഏതാണ് ആൻസർ വരിക. അപ്പൊ നിങ്ങൾ എങ്ങനെ കമന്റ് ചെയ്യേണ്ടത്? ജസ്റ്റ് ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഗിവൺ, എന്താ പറയാ, തന്നിരിക്കുന്ന ആ ഒരു ഓപ്ഷൻസ് അല്ലെ തന്നിരിക്കുന്ന പേഴ്സ് തമ്മിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കമ്പൈൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഏതാണ് ഓപ്ഷൻ എന്ന് പറയാം. അപ്പൊ എസ്പെഷ്യലി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം 6 പിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ പറയാ, ഈ ഒരു എസുമായിട്ട് ഏതാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തതാണ്. സോ നിങ്ങൾ നോക്കിയേ, 6ഉം പിയും എന്താണ് ബന്ധം? നമുക്കറിയാം പി ക്യു ആർ എന്ന് പറഞ്ഞാൽ -2 ആണ്. അതേപോലെ എസ്സിൽ നിന്ന് -2 ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, ആ രീതിയിലാണ് നിങ്ങൾ നോക്കേണ്ടത്. പി ക്യു ക്യു ആർ എസ്. സോ -2 ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സ്റ്റാർട്ടിങ് വരിക ക്യൂ ആയിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ആൻസർ ഇട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യണേ, കാരണം നിങ്ങളുടെ മെസ്സേജസ് നിങ്ങളിവിടെ ബേസിക്കലി ഇൻകോൾ മെസ്സേജസ് ഞാൻ കാണുന്നുണ്ട്. സോ ഇതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയ പി ക്യു ആർ എസ് ടി യു വി അഡ്ജസൻ ലെറ്റർ ആണ് അല്ലെ, -1 അഡ്ജസൻ ലെറ്റർ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ എച്ചിന്റെ തൊട്ട് മുമ്പത്തെ ലെറ്റർ ഏതാണ് വരിക എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. പിന്നെ അതേപോലെ എസ് സെയിം വരുന്നുണ്ട്, അതേപോലെ തന്നെ വരുമോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. പിന്നെ അതേപോലെ തന്നെ അങ്ങനെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും, കുഴപ്പമില്ല. MNO TUV ആ രീതിയിൽ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും റിലേഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് നോക്കാം. സോ ബേസിക്കലി ഇവിടെ എന്താ പറയാ, ഇവിടെ നിങ്ങൾക്ക് പി എന്ന് പറയുന്ന ലെറ്ററിലേക്ക് -2 ആണുള്ളത്. അതേപോലെ എസ് എന്ന് -2 ചെയ്ത് അവിടെ ക്യൂ ആണ് വരിക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ലെറ്റർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് MNO. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് TUV എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഇത്, അതല്ലെങ്കിൽ ഇതാണ് ആൻസർ വരിക. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ മേ ബി സെക്കൻഡ് ലെറ്റർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് TUV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻ ലെറ്ററാ. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് GH ഇത് അഡ്ജസൻ ലെറ്റേഴ്സ് ആണ്. സോ ബേസിക്കലി നിങ്ങളുടെ ആൻസർ വരെ എന്താണ്, ഇവിടെ ഓപ്ഷൻ 2 വരാനാണ് സാധ്യത. ഓക്കെ, ഓപ്ഷൻ 2 വരാനാണ് സാധ്യത. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ 2 കൊടുക്കാൻ പറ്റും. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കിയേ, ഇതിൽ ഒരു നമ്പർ സീരീസ് ആണ് തന്നിരിക്കുന്നത്. നമ്പർ സീരീസ് ആണ്. ഈ നമ്പർ സീരീസ് നോക്കിയിട്ട് എന്താണ് ആ മിസ്സിംഗ് നമ്പർ എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പൊ എന്താണ് വരിക നോക്കിയേ, കമന്റ് ചെയ്യണേ. ഇപ്പൊ ഇതിൽ എന്താണ് റിലേഷൻ എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം നോക്കുക എന്താണ് റിലേഷൻ, എങ്ങനെയാണ് ഈ ഒരു നമ്പേഴ്സ് പോകുന്നത്, അത് നിങ്ങൾ നോക്കുക. അത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ ഇവിടെ 42 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതെന്താ 7 × 6 ആണ്. 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 7 × 2 ആണ്. ഇതോ 7 × 4 ആണ്. ഇതോ 7 × 1 ആണ്. ഇതെന്താ വരിക, ഇത് 7 × 3 ആണ്. ഈ രീതിയിലാണ് ഈ ഒരു പാറ്റേൺ പോകുന്നത്.
ബട്ട് എങ്ങനെയാണ് നമുക്ക് ആ ഒരു 4.2 അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് കമന്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് വോയിസിൽ പറയണമെങ്കിൽ വോയിസിൽ പറയാട്ടോ. ഓക്കെ, വോയിസിൽ പറയണമെങ്കിൽ വോയിസിൽ പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം. ഇനി അതല്ല നിങ്ങൾക്ക് എന്താ പറയാ ആ ഒരു ബേസിക്കലി ടൈപ്പ് ചെയ്ത് പറയാൻ താല്പര്യമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെയും ചെയ്യാൻ പറ്റും. സോ ഇതിൽ ആൻസർ വരിക. ഇതിന്റെ ബേസിക്സ് ഒക്കെ നിങ്ങൾ നോക്കിയതാണല്ലോ അല്ലെ? എന്ന് പറഞ്ഞാൽ ഇതിന്റെ സിമിലർ ടോപ്പിക്സ് നിങ്ങൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടാവും. സോ ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്ന് ശ്രമിക്കുക. സോ ബേസിക്കലി ഇവിടെ എന്താ പറയാ ആ ഒരു നമ്പർ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന് 4.2 വന്നെങ്കിലും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ, അല്ലെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി എന്താ പറയാ വലിയ ഓപ്ഷൻ ആണ് വരിക അല്ലെ, വലിയൊരു ഓപ്ഷൻ. അപ്പൊ ആ ഒരു ഓപ്ഷനിലേക്കുള്ള ആൻസർ ഏതാണെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളുടെ കമന്റ് കാണുന്നുണ്ട്. യാ, ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് എന്തും വോയിസിൽ പറയാം, വോയിസിലോ ടൈപ്പ് ചെയ്തോ പറയാം. ബട്ട് കമന്റ് ഒന്നും വരുന്നില്ല. എന്തായാലും ഇത് കൂടുകയായിരിക്കും ചെയ്യുക, ഇത് കൂടുന്നതായിരിക്കില്ല. മൾട്ടിപ്പിൾ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടോ 7x6 ഉണ്ട്, 7x2 ഉണ്ട്, 7x4 ഉണ്ട്, 7x1, 7x3 അങ്ങനെയാണ് പോണത്. അപ്പൊ എന്താ പറയാ, ഇൻക്രീസിങ് എന്നുള്ള രീതി പോയിട്ട് ബേസിക്കലി ഡിക്രീസിങ് എന്നുള്ള രീതി പോയിട്ട് എന്ത് ചെയ്യാം, ഇൻക്രീസിങ് രീതിയിലേക്ക് വരാം. അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും. എന്നാ ഞാൻ ആൻസർ പറയട്ടെ. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പിന്നെ ഇവിടെ യെസ്. സോ ഇവിടെ നമുക്ക് ഇത് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് എടുത്ത് എഴുതാം. നിങ്ങൾ നോക്കിയേ, 42, 14, 28, 7, then 21. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 4.2. അപ്പോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 42 എന്ന് പറയുന്നത് ഈ ആദ്യത്തെ നമ്പർ ഇങ്ങനെ ചെറുതായിട്ടാണ് വരുന്നത് അല്ലെ. 42 എന്ന് പറയുന്നത് ചെറുതായിട്ടാണ് വരുന്നത്. ഈ 42 എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് 1/3 ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് വരിക, 14 വരിക. ഇനി 14 നമുക്ക് കാണാൻ പറ്റുന്നത് × 2 ചെയ്ത് കഴിഞ്ഞാലാണ് 28 വരിക. ഇവിടെ ഇപ്പൊ എന്താ ചെയ്തത്, 1/4 ആണ്, 28/4 ആണ് 7. ഇനി അതേപോലെ തന്നെ ഇവിടെ എന്താ ചെയ്തത്, × 3 ആണ് ചെയ്തത് അല്ലെ. ഇനി അതേപോലെ തന്നെ ഇവിടെ എന്താ ചെയ്യുക, 21/5, 25, 4, 21, 5. ഓക്കെ, സോ 1/5 ആണ് വരിക. ഇതെന്താ വരിക, × 4 ആണ് വരിക. ഇനി നിങ്ങൾ ആൻസർ കമന്റ് ചെയ്തേ. ആ 1/4 വരുന്നത് അല്ല, നിങ്ങൾ കമന്റ് ഒന്നും വരുന്നില്ലല്ലോ. നിങ്ങൾ എല്ലാരും ഫുള്ള് സൈലന്റ് ആയിട്ടിരിക്കുന്നു അല്ലെ, എന്റെ ഫോണിന്റെ കംപ്ലൈന്റ് ആണോ? 16.8 ആൻസർ ഏതാ വരിക? വെരി ഗുഡ്, വെരി ഗുഡ്. 16.8 ആണ് വരിക. ബിക്കോസ് നമുക്കറിയാം 4.2 എന്ന് പറയുന്നത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഈ 0.2 എന്നുള്ളത് എന്താവും, 0.8 ആവും. പക്ഷെ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഒറ്റ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ 4 × 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, 16 ആണ് വരിക. അതിലെന്തുണ്ട്, നമ്മുടെ ആൻസർ ഉണ്ട്. അടിപൊളിയായിട്ട് പറഞ്ഞു. സോ അതേപോലെ ബാക്കിയുള്ളവർ വോയിസിലോ അല്ലാതെയോ കമന്റ് ചെയ്യുക. നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എന്താ പറയുക, ലെറ്റർ സീരീസ് ആണ് ടോപ്പിക്, ലെറ്റർ സീരീസ്. അപ്പൊ ഈ ലെറ്റർ സീരീസ് ടോപ്പിക്കില് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത്, ഇവിടെ AC, പിന്നെ ഗ്യാപ്പ് DE, ഗ്യാപ്പ് BA, ഇങ്ങനെയൊക്കെയാണ് തന്നത്. അപ്പൊ മിക്കവാറും കേസിൽ എന്താ സംഭവിക്കാന്ന് അറിയാം, നിങ്ങൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ മിക്കവാറും കണ്ടിട്ടുണ്ടാവും. എന്താന്ന് വെച്ചാൽ AB ഡാഷ് A ഡാഷ് C, പിന്നെ അതേപോലെ തന്നെ ഡാഷ് B, ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ തന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇവിടെ ഒരു ഡാഷും കൂടി കൊടുക്കാം. ഇത്രയാണുള്ളതെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ ചോദ്യത്തില് AB ഉണ്ട്, അതേപോലെ C ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കണം എന്ത്, ഇത് ABC, 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 ഈ ഒരു റിപ്പീറ്റഡ് പാറ്റേൺ വരും എന്നുള്ളത് നിങ്ങൾ നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. ABC, അതേപോലെ ABC, ഈ ഒരു രീതിയിൽ എന്ന് പറഞ്ഞാൽ CBAC എന്ന് വരുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും.
CBAC എന്ന് പറയുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇതിൽ തന്നതിൽ ഏത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു രീതിയിലേക്ക് പോവാൻ പറ്റുക എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിനെ എന്ത് ചെയ്യുക, ആൻസർ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെങ്കിലും നോക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെങ്കിലും ആൻസറിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. എങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. ബട്ട് നിങ്ങൾക്ക് നേരെ കിട്ടുന്നില്ലെങ്കിൽ പിന്നെന്താ വഴി, ജസ്റ്റ് ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിപ്പോ നമ്മൾ പറഞ്ഞില്ലേ ABC അതേപോലെ എന്തെങ്കിലും ഒരു പാറ്റേൺ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഈ ഒരു ചോദ്യത്തില് എന്താ പറയാ ABCDE എല്ലാം ഉണ്ട് അല്ലെ. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഇത് നോക്കിയിട്ട് വേണം തീരുമാനം എടുക്കാൻ. ഇതിൽ ഏതാണ് വരിക എന്നുള്ളത് നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം തീരുമാനം എടുക്കാൻ. അപ്പോ ഏതാണ് വരിക നിങ്ങൾ വോയിസിൽ പറഞ്ഞോളൂ. നിങ്ങൾ ജസ്റ്റ് എന്താ പറയാ ഫില്ല് ചെയ്ത് നോക്കുക. അതിൽ കുറെ ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ ജസ്റ്റ് ഫില്ല് ചെയ്ത് നോക്കുക. ഇത് 2019 എന്താ പറയാ നമ്മുടെ FSSAI അസിസ്റ്റന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ പറയാൻ പറ്റുമോ, അതായത് മിനിമം ഒരു 2 എണ്ണെങ്കിലും റിപ്പീറ്റഡ് വരണം എന്നാണ്. മിനിമം എന്ന് പറഞ്ഞാൽ അതൊരു റിപ്പീറ്റിംഗ് സീരീസ് ആയിട്ട് വരണ്ടേ. മിനിമം ഒരു 2 എണ്ണെങ്കിലും റിപ്പീറ്റ്, 2 ഫുൾ സീക്വൻസ് എങ്കിലും റിപ്പീറ്റ് ചെയ്ത് വരണം. അതാണ് ഇവിടെ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് അത്ര എളുപ്പത്തിൽ കിട്ടുന്നതല്ല. ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞത് ABC അങ്ങനെ സിമ്പിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഈ ഒരു ചോദ്യം കുറച്ച് ലെവൽ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ, നിങ്ങൾ പെട്ടെന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റിപ്പീറ്റിംഗ് 2 എണ്ണം വന്നോ, അല്ലെ റിപ്പീറ്റിംഗ് 2 or 3 വന്നോ, അല്ലെ കുറെ റിപ്പീറ്റിംഗ് ABC ആ പാറ്റേൺ വന്നോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ ആൻസർ പറയാൻ പോകണം. നിങ്ങൾ നോക്കിക്കോളിയേ. AC-BDA-BDE-CHA-B ഇതാണ് വരിക. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും കൊടുത്ത് നിങ്ങൾക്ക് കറക്റ്റ് ഓപ്ഷൻ കിട്ടിയോ? കിട്ടിയിട്ടില്ലെങ്കിൽ ഇതാ നിങ്ങൾ കണ്ടോളി, ആൻസർ കണ്ടോളി. BCCAC. ഇവിടെ ACBDEACB എന്നാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ ഇവിടെ H അല്ല കേട്ടോ, സോറി ഫോർ ദാറ്റ്. അതെന്താ അറിയോ, നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യുമ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ്. അത് H അല്ല കേട്ടോ, സോറി, അത് B ആണ് വരിക. ഓക്കെ. സോ അതേപോലെ കഴിഞ്ഞ ക്വസ്റ്റ്യനും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞല്ല, അതിന്റെ മുമ്പത്തെ ഒരു ഡിക്ക് പകരം ഒരു U എന്തോന്ന് വന്നു. അപ്പൊ അത് കാര്യമാക്കണ്ട. അപ്പൊ ബേസിക്കലി ഇവിടെ നിങ്ങൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ACBDEACB ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. ACBDEACB എന്താ പറയാ അല്ലെ, ACB. ഓക്കെ, ഇവിടെ വരെ കറക്റ്റ് റിപ്പീറ്റിംഗ് ആ അല്ലെ. എന്തേലും ഡൗട്ട് ഉണ്ടോ? ഇത് കുറച്ച് ലെവലിലാണ് ചോദിച്ചത്. കാരണം നിങ്ങളുടെ എന്താ പറയാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അല്ലെ നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലും ഫുഡ് സേഫ്റ്റിയുടെ കാര്യങ്ങളാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ബട്ട് വളരെ കുറച്ച് ഷെയർ മാത്രമാണ് റീസണിങ്ങും അതേപോലെ മാത്സും ഒക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ എന്താ പറയാ അത്യാവശ്യം ഈ ഫുഡ് സേഫ്റ്റിനെ കാര്യങ്ങളൊക്കെ പഠിച്ച കുട്ടികൾക്ക് ഈ ഒരു സംഭവം റീസണിങ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ലെവലിൽ ആ നിങ്ങളുടെ സബ്ജക്ട് ചോദിക്കുക. അപ്പൊ റീസണിങ് ആയിരിക്കും നിങ്ങളെ ഡിസൈഡ് ചെയ്യുന്നത് ആരാണ് വിജയിക്കുക എന്നുള്ളത്. അപ്പൊ കുറച്ച് ലെവലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ബട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായില്ലെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത് അത്യാവശ്യം ലെവൽ ഉണ്ട്. കാരണം നിങ്ങൾ നോക്കി 2 റിപ്പീറ്റിംഗ്, അത് എത്ര വലുതാ നോക്കി. ACBDACB കണ്ടോ, അത്രയും റിപ്പീറ്റിംഗ് ആ. ബട്ട് സ്റ്റിൽ യു നീഡ് ടു ട്രൈ. എസ്പെഷ്യലി കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഒക്കെ നല്ല സിമ്പിൾ ആയിരുന്നു അല്ലേ. അപ്പൊ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അതിൽ പറയുന്നത് 2, 2.5, 3.75, 6.56, 13.1 to 29.52. അപ്പൊ ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോ ഇതില് എന്താണ് വരിക എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയേ. ഇതിൽ എന്താണ് ആൻസർ വരിക എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയേ. ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ തന്നെ നമ്പർ സീരീസിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്പർ സീരീസിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോകാൻ പറ്റും. സോ 2, 2.5 പിന്നെ അതേപോലെ 3.75 ഇതിങ്ങനെ ബേസിക്കലി കൂടിക്കൂടി വരികയാണ് അല്ലെ. അപ്പോ ഇതെങ്ങനെയാണ് കൂടുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ ചെയ്യുന്ന ലോജിക്ക്
അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. പിന്നെ വേറൊരു കാര്യമുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഓപ്ഷൻസ് ഒക്കെ അത്യാവശ്യം എന്താണ് ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത്. എങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട്? ഇപ്പോ ഓപ്ഷൻസ് തമ്മിൽ ഇപ്പൊ ഒന്ന് 73 ആണെങ്കിൽ ഒന്ന് 72, ആ രീതിയിൽ അത്യാവശ്യം ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണോ, നിങ്ങൾ ഈ ഒരു അടുത്തുള്ള ഓപ്ഷൻ ഏതാണെന്നെങ്കിലും നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതാണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ആ രീതിയിലുള്ള ഒരു ട്രൈ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ദാറ്റ് ഇസ് ഇനഫ്. അപ്പൊ വളരെ ചെറിയ ഒരു എന്താ പറയാ ഇൻക്രിമെന്റ് ആണ് സ്റ്റാർട്ടിങ്ങിൽ, പിന്നെ അതിങ്ങനെ കൂടി വരികയാണ് ചെയ്യുന്നത്. എന്തായാലും ഇതിൽ വരിക ഫ്രാക്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടാവും. ഫ്രാക്ഷണൽ ആയിട്ടുള്ള നമ്പർ ആണ് ഇവിടെ ഓപ്ഷനിലുള്ളതെല്ലാം, അല്ലെ? അപ്പോ ഞാനൊരു ഹിന്റ് തരാം. ആ ഒരു ഹിന്റിന്ന് ബാക്കി നിങ്ങൾ ചെയ്യോ? ഇവിടെ നിങ്ങൾ നോക്കിയേ, 2 into 1.25 ആണ് എന്ത്? 2.5. ഇനി 3 into 1.25 ആണ് എന്ത്? നമ്മുടെ 3.75 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ 1.25 into 2 ഇതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് 2.5. ഇനി 3 into 1.25 ആണ് എന്ത്? നമ്മുടെ ഈ ഒരു ടേം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. അപ്പൊ 1.25 into 3 തന്നെയല്ലേ 3.75 വരിക? 1.25 2.5, 2.5 പ്ലസ് 1. ഒരു മിനിറ്റ്, 2.5 അപ്പൊ 1.5 ബേസിക്കലി 125, 250, 375 കറക്റ്റ് ആണ്. അപ്പോ ആ രീതിയിലായിരിക്കും വരുന്നത്. സോ അല്ലെങ്കിൽ വേറെ മെത്തേഡ് ഉണ്ടോ? 2, 1.5, 3 പിന്നെ വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്. ഞാനിത് ഇവിടെ ഒന്ന് എഴുതി നോക്കാം. എന്തായാലും ഞാൻ എഴുതിയതിൽ തെറ്റില്ല കേട്ടോ. കാരണം എന്താ, നമ്മളിപ്പോ 2 into 1.25 അത് 2.5 ആ. 3 into 1.25 അത് കറക്റ്റാ. പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ടേ നമ്മൾ 4 into 1.25 ഒന്ന് ചെയ്ത് നോക്കിയാലോ? 4 into 1.25 ഒന്ന് ചെയ്ത് നോക്കിയാല് 2.5 2.5 5 വരിക. സോ നമ്മൾ ഇപ്പൊ എഴുതിയ ചെറിയ തെറ്റുണ്ട്. എന്താണെന്നറിയോ? ആദ്യം എഴുതിയാലൊന്നും തെറ്റില്ല കേട്ടോ. നമ്മൾ ആദ്യം എഴുതിയ ആ നമ്പറിലൊന്നും തെറ്റില്ല. പക്ഷേ എന്താ പറയാ, ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്ത ലോജിക് ഒക്കെ റെഡിയാണ്. പക്ഷെ ആ ലോജിക് പ്രകാരം എല്ലാ ആൻസറും കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ ആദ്യമേ നമ്മൾക്ക് ഇങ്ങനെ കാണാതെ പഠിച്ച് എക്സാം എഴുതാൻ പറ്റൂലല്ലോ. കാരണം എന്താ, പല വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസാ ചോദിക്കുക. നമുക്ക് 1.25 എടുക്കാം. എന്തുകൊണ്ട്? ഈ 2 എവിടുന്നാ കിട്ടുന്നത്? ഇവിടെ. ഇനി 2.5 ഇൻറ്റു എന്താ വരിക? 2.5 ഇൻറ്റു എന്താണ് 3.75? അത് നിങ്ങൾ നോക്കിയേ. 2.5 ഇൻറ്റു 1 2.5 വരും. 2.5 ഇൻറ്റു 1.5, 2.5 ഇൻറ്റു 1.5 എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയേ, 2.5 ഇൻറ്റു 1.5 2.5 ഇൻറ്റു 1.5 ചെയ്താൽ നിങ്ങൾക്ക് എന്താ വരിക? 2 ഇൻറ്റു, അല്ലെ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ വലിയ മാത്സ് ഒന്നും വലിയ പിടിപാടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് നോക്കുക. ഞാൻ സിമ്പിൾ മെത്തേഡിലാണ് ചെയ്യണത്. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 2.5. പിന്നെ ഇതെന്താണെന്നറിയോ? 2.5 ഇൻറ്റു അര. എന്താ 2.5 ഇൻറ്റു അര? 1.25. അത് തന്നെയല്ലേ ഈ 3.75? ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ 1.5 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അടുത്തത് എന്താ വരിക? 1.5 കഴിഞ്ഞാൽ 1.25 1.5, പിന്നെ എന്താ വരിക? 1.25 ആയിരിക്കും വരിക, അല്ലേ? 1.25 ആയിരിക്കും വരിക. അപ്പൊ അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി അടുത്തത് എന്താ വരിക? അടുത്ത നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. കാരണം എന്താ, 1.25 കഴിഞ്ഞാൽ 2 വരിക. കാരണം 0.25 ഇങ്ങനെ കൂട്ടുകയല്ലേ. അപ്പൊ ഇനി 6.5ന്റെ ഡബിൾ 13 സംതിങ് കറക്റ്റ് ആണല്ലോ. 6.5ന്റെ ഡബിൾ അതല്ലേ? ആണ്. അപ്പൊ ഇൻറ്റു ഇനി എത്ര വരിക? 2.25. അടുത്തത് എന്താ വരിക? 2.5 എന്ന് പറഞ്ഞാല് ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2.5. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 29.52 ഇൻറ്റു 52 ഇൻറ്റു 2.5 ആ. നിങ്ങൾക്ക് ഈ 2.5 ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 29.52 ഇൻറ്റു 5 ചെയ്യുക. ആ കിട്ടിയ ആൻസറിന് എന്ത് ചെയ്യുക? ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ലെവല് കുറച്ച് കൂടി പോയെങ്കിൽ
അതിൽ എന്താ പറയാ, നിങ്ങളുടെ എക്സാം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ലെവൽ കൂടുന്നത്. അപ്പൊ അതെന്ത് ചെയ്യണ്ട, നിങ്ങൾ സീനാക്കണം. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ട്രൈ ചെയ്യുക, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ എന്താ വരിക എന്നുള്ളത്. ആരെങ്കിലും ആൻസർ വോയിസിലോ അല്ലാതെയോ പറയോ? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻസ് നല്ല ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ആൻസറിൽ എത്തി നിങ്ങൾക്ക് ആ ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. ഇപ്പോ 73.8, വെരി ഗുഡ് വെരി ഗുഡ്, അതാണ് ആൻസർ 73.8. കാരണം നിങ്ങൾ 5x29 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിനൊരു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ 5x29 പകരം എന്ത് ചെയ്യുക, 10x29 ചെയ്യുക. അപ്പോ 295 വരും. എന്നിട്ട് എന്ത് ചെയ്യുക, 29.5 × 5. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിനെ 2.5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29ന്റെ ഡബിൾ ആദ്യം എടുക്കുക, 58. ആ 58 എടുത്തിട്ട് എന്ത് ചെയ്യുക, 29ന്റെ പകുതി അതിനോട് ആഡ് ചെയ്യുക. അപ്പൊ 58 + 29ന്റെ പകുതി എത്രയാ, ഏകദേശം 14.5. അത് നിങ്ങൾ ആഡ് ചെയ്താൽ കിട്ടും. സംഭവം അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതൊക്കെ നിങ്ങളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതാർക്കും പറയാൻ പറ്റും, അത്രയും സിമ്പിളാ. ഇപ്പൊ ഇതുവരെ വോയിസിൽ പറയാത്തവര്, കമന്റ് ചെയ്യാത്തവര്, ഇത് നിങ്ങൾ കമന്റ് ചെയ്യണേ. കാരണം എന്താ, ഇത് ടെന്നീസ് കളിക്കുന്നത് എവിടെയാ, കോർട്ടിലാണ്. അപ്പൊ ഹോക്കി കളിക്കുന്നത് എവിടെയാ, അല്ലെ ടെന്നീസ് കളിക്കുന്ന ഗ്രൗണ്ടിന് കോർട്ട് എന്ന് പറയുന്ന പോലെ ഹോക്കി കളിക്കുന്ന കോർട്ടിന് അറീന എന്നാണോ, അല്ലെ ബോക്സിങ്ങിലുള്ള പോലെ റിങ് എന്നാണോ, ഗ്രൗണ്ട് എന്നാണോ, അല്ലെ ക്രിക്കറ്റിലുള്ള പോലെ പിച്ച് എന്നാണോ, എന്താ പറയുക, എത്ര സിമ്പിൾ ആണെന്നറിയോ ഇതൊക്കെ. പക്ഷെ എല്ലാം സിമ്പിൾ അല്ല കേട്ടോ, ചിലതല്ല ലെവലുണ്ട്. കാരണം ഈ ബാങ്കിന്റെയും കാറ്റിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റും, ചില ക്വസ്റ്റ്യൻ നല്ല ലെവലുണ്ട്, ബട്ട് ചിലത് സിമ്പിളുമാണ്. അപ്പൊ ഇത് ഏതാ വരിക, ഈ ഹോക്കി കളിക്കുന്നത് എവിടെയാ, ബോക്സിംഗ് പോലെ റിങ്ങിലാണോ, ഒരു റിങ് കൂട്ടിലാണോ, അല്ലെങ്കിൽ ഒരു എന്താ ഇടിക്കൂട് എന്നൊക്കെ പറയും, അതേപോലെ ആണോ, അതല്ലെങ്കിൽ ഈ ക്രിക്കറ്റ് കളിക്കുന്ന പോലെ ഒരു പിച്ച് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ എന്താ പറയാ, ഈ വീട്ടിൽ യൂസ് ചെയ്യുന്ന ആ ഒരു പാരപ്പറ്റ് ഇല്ലേ, അല്ലെ മലയാളത്തിൽ എന്താ പറയാ, ചൂടിപ്പടന്നോ മറ്റോ ആണ് പറയാ, അതേപോലെ ഒരു സാധനമാണ് പിച്ച്. അവിടെ കളിക്കാൻ പറ്റുമോ ഈ ഹോക്കി? തട്ടി തട്ടി ഫുള്ള് ഗ്രൗണ്ടിൽ ചുറ്റും പോണ്ടേ, ഒരു ഗോൾ പോസ്റ്റിൽ ഇടണം അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള കമന്റ് അറീന എന്നാണ്. ആ അറീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് അല്ല. കാരണം ഈ ഒരു ഹോക്കി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിലാണ് കളിക്കുക. അപ്പൊ ഇത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ GK ഡെവലപ്പ് ചെയ്യണം. അല്ലാതെ ഇതൊന്നും ബുദ്ധിയുടെ കേസ് അല്ല. ഞാൻ ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ തരാം. എന്താണെന്നറിയോ, ഇവിടെ ഇന്ത്യ റുപ്പി, അതേപോലെ ജപ്പാൻ, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക്. ഇവിടെ ജപ്പാനിലുള്ള കറൻസി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയോന്നാ നോക്കുന്നത് അല്ലേ. ഇനി അതേപോലെ തന്നെ എന്താ പറയാ, ഈ ചൈനയിലുള്ള കറൻസി, അതേപോലെ എന്താ പറയാ, നമ്മുടെ കറൻസി നിങ്ങൾക്ക് അറിയോ, ആ രീതിയിലാണ് എന്ത് ചെയ്യുക, ആ ടൈപ്പ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആൻസർ പറയേണ്ടത്. അപ്പോ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു GK ഉണ്ടോ, GK ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള അനാലജി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഈ അനാലജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ GK ആണ് കൂടുതലും വരും. ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടുള്ള എക്സാമ്പിൾ ഉണ്ടല്ലോ, ആ റുപ്പിയുടെ എക്സാമ്പിൾ, അതൊക്കെ സ്ഥിരമായിട്ട് ആ ടൈപ്പ് കാണാറുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, തൽക്കാലം നമുക്ക് ആൻസർ കൊടുക്കാം. ഗ്രൗണ്ട് എന്നാണ് ആൻസർ വരിക. അപ്പൊ അത് ബേസിക്കലി എന്താണ്, നിങ്ങളുടെ GK ആണ് വേണ്ടത്. അപ്പോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സിറ്റ് ആയി പോയി. ഫോണിൽ നിങ്ങളെ മെസ്സേജ് ഞാൻ കണ്ടില്ല, നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാണ്, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സില്ലോജിസം ആണ്. ഈ സില്ലോജിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വളരെ സിമ്പിൾ ആയിട്ട്, ഇപ്പം കുറെ ക്വസ്റ്റ്യൻ കണ്ടത് ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു, സില്ലോജിസം കുറെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് ഞാൻ ബേസിക്സ് പറയേണ്ടി വരില്ല. നിങ്ങൾ ആ സില്ലോജിസത്തിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടിരിക്കുകയായിരിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. ബേസിക്സ് പറയാണെങ്കിൽ കുറെ ടൈം പോകും. ബട്ട് എന്നാലും ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാ, വളരെ ഇമ്പോർട്ടന്റും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള 3 പ്രധാനപ്പെട്ട സില്ലോജിസം ടേംസ്
അത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ് ഇവിടെ കാണിക്കുകയാണ്. ഇവിടെ ഓൾ എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് വരയ്ക്കാം. ഓൾ എ ആർ ബി എന്ന് പറഞ്ഞാൽ എല്ലാ എയും എന്തിൻ്റെ ഉള്ളിലാ? ബിന്റെ ഉള്ളിലാ. ഇത് മാത്രമാണ് ഇവിടെ വരിക. ഇനി സം എന്ന് പറയുമ്പോൾ ഇവിടെ സം എ ആർ ബി, ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് സം എ ആർ ബി, അതേപോലെ സം മൊബൈൽസ് ആർ ഫോൺ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? മൊബൈൽ വരയ്ക്കുക, അതേപോലെ ഫോണ് വരയ്ക്കുക. ഇതിന്റെ പ്രത്യേകത എന്താ? ഇവിടെ കുറച്ച് പോർഷൻ ഓവർലാപ്പ് ചെയ്യണം. അതാ സം എന്ന് പറയുന്നത്. അപ്പൊ സം എ ആർ ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. പക്ഷേ അതേപോലെ നിങ്ങൾക്ക് എന്തും വരാം, ഇതും വരാം. എങ്ങനെ? എയുടെ ചെറിയൊരു പോർഷനാണ് ബി എന്ന് പറഞ്ഞാൽ ഇതിന് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളും തരാം. എന്താണെന്നറിയോ? സം സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടിക്കിട്ട രീതിയിലാണ് വരയ്ക്കുക. എന്താ കാരണം? കുറച്ച് സ്റ്റുഡന്റ് ഇന്റലിജന്റ് എന്ന് പറഞ്ഞാൽ ഇന്റലിജന്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റുഡന്റ് കോമൺ ആയിട്ടുണ്ടാവും. ഏതിന്? സ്റ്റുഡൻസും ഇന്റലിജന്റും കുറച്ച് കോമൺ റീജിയൻ ഉണ്ടാവും. ഇനി രണ്ടാമത് വരച്ചത് എങ്ങനെ വരിക? രണ്ടാമത് വരച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ത്യയാണ്, ഇത് കേരളമാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഇത്, ഇന്ത്യ കേരള. അപ്പോ സം ഇന്ത്യൻസ് ആർ കേരളൈറ്റ് എന്ന് പറഞ്ഞാൽ സത്യല്ലേ? കാരണം എന്താ? ഇന്ത്യക്കാരിൽ പെട്ട കുറച്ച് ആൾക്കാരല്ലേ കേരളക്കാര്. അപ്പൊ കേരളം ഇന്ത്യന്റെ പുറത്ത് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത് വരച്ച കേസാണ് വരിക. പക്ഷെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വരച്ച രീതിയിലാണ് വരയ്ക്കേണ്ടത്. പക്ഷെ ഈ കൺക്ലൂഷൻ എന്താ പറയാ, മറ്റൊരു രീതിയിൽ വന്നുകൂടെ എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ത്യക്കാരും എല്ലാ കേരളക്കാരും ഇന്ത്യക്കാരായിക്കൂടെ എന്നുള്ള രീതിയിൽ ഒരു പോസിബിലിറ്റി ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ കേസ് കൺസിഡർ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇത് ഓക്കെയാണ്. ഇനി അതേപോലെ നോ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ഫിഗറേ ഉള്ളൂ. നോ എ ആർ ബി എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ഫിഗറേ ഉള്ളൂ. ഒറ്റ എയും എന്തല്ല? ബി അല്ല. ഇതാണ് എനിക്ക് ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. കാരണം മേ ബി ക്ലാസ് കേൾക്കാത്തവരോ പുതിയ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സഫർ ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഏതായാലും ഇവിടെ ബാക്കി നമുക്ക് വരയ്ക്കാം. എല്ലാ ഫോണും എന്താ? കോളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കോള് ഇതാ, കോളിന്റെ ഉള്ളിലായിട്ട് നമ്മൾ ഫോണ് വരയ്ക്കുക. എല്ലാ ഫോണും കോള് പെട്ടതാ. പിന്നെയോ സം കോൾ ആർ മൊബൈൽ. സം കോൾ ആർ മൊബൈൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്താ? സം കോള് മൊബൈൽ. ഇവിടെ ഒക്കെ നിങ്ങൾ കണ്ടോ? സം കോള് മൊബൈൽ, ഇത് ഓൾറെഡി വന്നിട്ടുണ്ട് അല്ലെ? എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പ്രത്യേകം ഇനി വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ചോദ്യം ഇതാണ്, ഇതിൽ ഏതൊക്കെയാണ് താഴെ തന്നിരിക്കുന്നതിൽ 100% കറക്റ്റ് എന്ന് പറയാൻ പറ്റുക? നമ്മൾ ഈ വരച്ചത് വെച്ച് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഒന്നാമത്തത് സം മൊബൈൽ ആർ കോൾ, ഉറപ്പല്ലേ? നിങ്ങൾ കുറച്ച് മൊബൈൽ അതിന്ന് സെലക്ട് ചെയ്യാം. അതിൽ കോള് പെട്ടത് ഉണ്ടാവൂലേ? കോള് പെട്ടതില്ലേ? എവിടെ ഉണ്ടാവും? ഞാനിവിടെ ആരോ മാർക്ക് ഇടുന്ന സ്ഥലം നോക്കിയേ, ഇത് കോള് പെട്ടതാ. അതാ ഇവിടെ ഞാൻ ഈ കട്ടി കൂട്ടുന്ന സ്ഥലം കോള് പെട്ടതാണ്. അടുത്തത് എല്ലാ മൊബൈലും കോൾ അല്ല എന്നാണ് പറയുന്നത്. ഈ കൺക്ലൂഷൻ എന്ന് പറഞ്ഞ എന്താ? കൺക്ലൂഷൻ എന്ന് പറഞ്ഞ എന്താ? 100% നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതാണ് കൺക്ലൂഷൻ. അപ്പോ അങ്ങനെ വരുമ്പോ രണ്ടാമത്തത് ശരിയാവോ എന്ന് പറഞ്ഞാൽ മിക്കവാറും ക്വസ്റ്റ്യൻസിൽ നെഗറ്റീവ് കൺക്ലൂഷൻ മിക്കവാറും കൺക്ലൂഷൻ മോസ്റ്റ്ലി മിക്കവാറും എന്താണ്? ഫോൾസ് ആണ് ഉണ്ടാവുക. അത് എപ്പോഴും നല്ല കേട്ടോ പറഞ്ഞത്, മിക്കവാറും. അപ്പൊ ഇവിടെ ഓൾ മൊബൈൽ ആർ നോട്ട് കോൾസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ശരിയാവോ? എപ്പോഴും ശരിയാവുന്നതാണ് കൺക്ലൂഷൻ. അതെപ്പോഴും ശരിയാവോ? ഇല്ല. എന്താ കാരണം? ഞാൻ ഇവിടെ അത് വേറൊരു ഫിഗർ വരച്ച് കാണിച്ചു തരാം. എങ്ങനെയാണെന്നറിയോ? ഇവിടെ മൊബൈൽ വരച്ച് കുറച്ച് മൊബൈൽ ഫോണാണ്, നോക്കിക്കോളി. മൊബൈൽ വരച്ച് ഫോണാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? എല്ലാ ഫോണും കാള് പെട്ടതാ. ഇവിടെ നമ്മൾ കോള് വരച്ച്. ഇവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ കുറച്ച് മൊബൈൽ കോള് പെടാത്തതുണ്ട് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്ന് പറഞ്ഞാൽ എപ്പോഴും ശരിയാവണതാണ് കൺക്ലൂഷൻ. നിങ്ങൾക്ക് എങ്ങനെങ്കിലും അത് തെറ്റിക്കാൻ പറ്റുമോ? അത് ഫോളോ ചെയ്യില്ല എന്ന് പറയാം. പക്ഷെ നിങ്ങൾക്ക് വെറുതെ അങ്ങോട്ട് തെറ്റിക്കാൻ പറ്റില്ല. നിങ്ങൾ വരയ്ക്കുന്ന ഫിഗറിൽ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയായിരിക്കണം. ഇവിടെ ഞാൻ രണ്ടാമത് വരച്ച ഫിഗറിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? സം മൊബൈൽ ആർ ഫോണ്, നോക്കിക്കോളിതാ. സം മൊബൈൽ ഇതാ ഇവിടെ ഫോണാണ്. രണ്ടാമത്തത് എല്ലാ ഫോണും കോളിന്റെ ഉള്ളിലാ, കണ്ടോ? ഇതൊക്കെ കോളിന്റെ ഉള്ളിലാ. എന്തോ പ്രശ്നമുണ്ടോ?
അടുത്തത് കുറച്ച് കോള് മൊബൈലാണ്. എടാ ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് എന്ത് പറഞ്ഞത്, ഇന്ത്യന്റെയും കേരളത്തിന്റെയും ഫിഗർ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, കുറച്ച് ഇന്ത്യക്കാര് കേരളക്കാരാ. അതേപോലെയാണ് എന്ത്, കുറച്ച് കോള് പെട്ടതാണ് എന്ത്, മൊബൈല്. എല്ലാം ശരിയാ, നമ്മൾ എടുത്തതിൽ ഒരു തെറ്റുമില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ ഒന്ന് ശരിയാണെങ്കിലും രണ്ട് തെറ്റാണ്. സോ ഇതാണ് ഇവിടെ പറയേണ്ടത്. സോ ഓൺലി റിസൾട്ട് വൺ ഫോളോസ്. ക്ലിയർ ആയോ? ഇതിൽ ഡൗട്ട് ഉണ്ട് ചോദിച്ചാൽ, കാരണം എന്താ അറിയോ, ഇത് ബാക്കിയുള്ള ടോപ്പിക് പോലെയല്ല. കോൺസെപ്റ്റ് മനസ്സിലായാൽ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക പോലും വേണ്ടാതെ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. ഇനി കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ലെങ്കിലോ നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഒന്ന് ചോദിച്ചേ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും സത്യമാവുന്നതാ. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, ഈ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ട്രൂ ആവുന്ന രീതിയിൽ നിങ്ങൾ വരയ്ക്കാൻ പാടുള്ളൂ. ക്ലിയർ ആണെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അല്ല ലാസ്റ്റ് നിങ്ങൾ ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളി. അപ്പൊ അടുത്തത് അനാലജി. ഇതില് സോളജി എന്ന് പറഞ്ഞാൽ ആനിമലിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിക്ക് പറയുന്ന പേരാണ്. ഓനോമെറ്റോളജി എന്ന് പറഞ്ഞാൽ എന്തിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, GK ആണ് അനാലജിയിൽ വരിക. നേരത്തെ വന്ന GK എന്താ, ടെന്നീസ് കളിക്കുന്നത് എവിടെ, ടെന്നീസ് ഗ്രൗണ്ട് എന്നാ പറയാ. സോറി, ഹോക്കി കളിക്കുന്നത് എവിടെ, ഹോക്കി ഗ്രൗണ്ട് എന്നാ പറയാ. ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലത്തിന്റെ പേര് ഗ്രൗണ്ട് എന്നൊക്കെയാണ്. പക്ഷെ ക്രിക്കറ്റ് കളിക്കുന്ന ബോളും ബാറ്റും എറിയുന്നതും അതേപോലെ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതിനാണ് പിച്ച് എന്ന് പറയാ. അപ്പൊ അതും വേണമെങ്കിൽ ആ ഒരു ക്രിക്കറ്റിൽ യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയാ, ബോക്സിങ് അറീനയിലാണ് ഉണ്ടാവുക. സോറി, ബോക്സിങ് റിങ്ങിലാണ് ഉണ്ടാവുക. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ മാറിയല്ലോ. നമ്മുടെ എവിടെയാണ് ബോക്സിങ് റിംഗ് ആണ് ഇവര്. ശരി ശരി, ഓക്കെ. അതൊക്കെ GK ആണ്. ഇത് നിങ്ങൾ പറഞ്ഞേ, ഓനോമെറ്റോളജി അതെന്തിനു പറ്റിയുള്ള പഠിത്തമാണ്? സ്മോൾ ഇൻസെക്റ്റ് ആണോ, ഫ്രൂട്ട് ആണോ, നെയിംസ് ആണോ, എഗ്സ് ആണോ? അപ്പൊ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ GK ആണ് കേട്ടോ. ഇതൊന്നും വലിയ എന്താ പറയാ ബുദ്ധി വേണ്ട സംഭവം ഒന്നുമല്ല. ഇതിന്റെ ആൻസർ വരിക നെയിംസ് ആണ്. അപ്പൊ അത് വേണേ നിങ്ങൾ പല ശാഖകളെ പറ്റിയുള്ള ഒരു സെർച്ച് നിങ്ങൾ ഗൂഗിളിൽ നടത്തി കഴിഞ്ഞാൽ, ഇപ്പൊ എന്താ പറയാ, എല്ലിനെ പറ്റി എന്താണ് പഠിക്കാം, എല്ലിനെ പറ്റിയുള്ള പഠനത്തിന് എന്താ പറയാ, നമ്മുടെ സ്കിന്നിനെ പറ്റി എന്താണ് പറയാ, പിന്നെ നമ്മുടെ എന്താ പറയാ, ഏത് ഏരിയ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ അതങ്ങനെ കുറച്ചൊരു GK കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. സോ വി ആർ വൈൻഡിങ് അപ്പ് ഫോർ ദ ഡേ. സോ ഇഫ് യു ഹാവ് എനി സോർട്ട് ഓഫ് ഡൗട്ട് യു ക്യാൻ ആസ്ക്. അപ്പോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. ഗുഡ് നൈറ്റ്. ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ ദെൻ.